നമ്മുടെ ഫിജിക്കാർഡില് ഏറ്റവും ആദ്യത്തെ കൂടെ നമ്മുടെ ഉണ്ടായിരുന്ന ആളാണ്. സോ കേൾക്കാം റിജൽ ഭായിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്. ഗുഡ് ഈവനിങ്. ഇത് പറഞ്ഞു റിജിൽ എന്നാണ്, സ്വദേശം കോഴിക്കോട് ജില്ലയാണ്. വളരെ സന്തോഷം. ഇന്നലെ മഴ ഒന്ന് പുറകോട്ട് വെച്ചു. എനിക്ക് തോന്നുന്നു പ്രപഞ്ചം നമ്മളോടൊപ്പം നിന്നാണെന്ന് വിശ്വസിക്കുന്നു. മെലിഞ്ഞാന്നൊക്കെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അബോവ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് സാറേ ബസ്സും ഒന്നും പോകുന്നില്ല, വെള്ളം തന്നെയാണ് റോട്ടിൽ. പക്ഷേ ആ എല്ലാ വെള്ളവും ഇന്ന് രാവിലെ അവർ ഇറങ്ങാൻ നേരത്ത് മാറി തന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഫിജിക്ക.com എന്ന് പറയുന്നത് ഒന്ന് രണ്ടാൾക്കൊന്നും തകർക്കാൻ പറ്റില്ല. കാരണം ഫിജിക്ക.com നിർമ്മിച്ചിരിക്കുന്നത് ദ കണ്ടന്റ് ഓഫ് ഫിജിക്ക.com എന്താണ് ഒന്ന് ഗസ് ചെയ്യാവും. ദ കണ്ടന്റ് ഓഫ് ഫിജിക്ക.com കോശങ്ങൾ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. എന്താണ് ദ കണ്ടന്റ് ഇൻ ഫിജിക്ക.com? വാട്ട് ഈസ്? ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾ വിളക്കി ചേർത്തതാണ് ഫിജിക്ക.com. ഒരുപാട് ആളുകളുടെ വീടുകൾ, ഒരുപാട് ആളുകളുടെ കാറിലെ ഇപ്പൊ വീട് കാറൊന്നും മെറ്റീരിയലൈസ് ചെയ്യല്ല. നമ്മുടെ സ്വപ്നം എന്താണോ അല്ലേ, നമ്മുടെ സ്വപ്നയിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ പറയണ്ടായി എന്ത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ശേഷി സ്വപ്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ 20,000 രൂപയുടെ സാരി പറഞ്ഞു. നമുക്കൊന്നും അറിയില്ലായിരുന്നു. 1,500 രൂപ 2,000 രൂപ അത് കരുതിക്കാം. ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് ബൈ ഡിഫറൻസ്. സോ റെസ്പെക്റ്റഡ് മാനേജ്മെന്റ്, എസ്പെഷ്യലി അവർ ഡിയർ GM അനിൽ സാർ, ദെൻ അവർ ന്യൂ CEO ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട അജയ് സാർ, എല്ലാ മാനേജ്മെന്റിനും ആദ്യം തന്നെ നന്ദി പറയുന്നു. കാരണം നമ്മളിങ്ങോട്ട് ഇന്നലെ രാത്രി വരുന്ന സമയത്ത് നമ്മളെ പ്രതീക്ഷ എന്താണ്, എത്ര കട്ടൗട്ട് ഇവിടെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ 10 മടങ്ങായിരുന്നു ഇവിടെ കട്ടൗട്ടുകളുടെ ഒരു വലിയ നിരയായിരുന്നു. സോ ആദ്യമായി ഇന്ന് ഈ ബിസിനസ്സിലേക്ക് എന്നോടൊപ്പം കടന്നു വരികയും അതോടൊപ്പം തന്നെ ഈ ബിസിനസ്സിൽ അവനെ കൊണ്ടുവന്നു എന്നുള്ള കാരണം കൊണ്ടും സ്വന്തം ബൈക്ക് വിറ്റ് ഈ ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ള കാരണം കൊണ്ടും ഈ വ്യക്തിയുടെ അമ്മ എന്നെ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഈ വീഡിയോ ആ അമ്മ കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്കുള്ള ഉത്തരമാണ്, നിങ്ങളുടെ മകൻ ഇന്ന് 1 കോടി രൂപ വാങ്ങിക്കാൻ പോകും. സോ വാരൻ ബഫറ്റ് പറഞ്ഞൊരു വാചകം ഞാൻ കഴിഞ്ഞ 2 days ബാക്ക് ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ്. സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു, ദരിദ്രർ എപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ദരിദ്രർ എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും ഒരു തട്ടിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് വാരൻ ബഫറ്റ് പറഞ്ഞ ഏറ്റവും വലിയ വാചകം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കൊക്കെ എന്തൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. ഈ മഴ പോലെ ഫിജിക്കാർഡിൽ വന്ന മറ്റൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ദ അച്ചീവ്മെന്റ്. പുറത്തു പോയ അല്ലേ, ഓരോ ആളുകൾക്കും അരിമണി ആര് കഴിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പം ചില ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ പറയും, സാർ ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവനിന്ന് 100 PV കിട്ടി, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഞാനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അർഹതയുള്ളവന് മാത്രമേ അനന്തമായിട്ട് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം. സോ ഒന്നുകൂടി പറയുന്നു, നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളുടെ തെറ്റുകൾ കണ്ടെത്തുക, ആ തെറ്റുകളിൽ നിന്നുള്ള നമ്മളെ തിരിച്ചറിവുകളും ആ തിരിച്ചറിവുകളിൽ നിന്ന് നമ്മൾ എങ്ങനെ പരിശ്രമിക്കണമെന്ന് മനസ്സിലാക്കുകയും ആ പരിശ്രമത്തിലൂടെ എങ്ങനെ ഫലപ്രാപ്തി കണ്ടെത്തുക, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം മൈ ഫ്രണ്ട്സ്, ഏറ്റവും ഈസി ആയിട്ടുള്ള മറ്റൊരുത്തരുടെ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അയാൾ വന്നില്ല, ഇയാൾ വന്നില്ല, ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആവാത്ത അയാൾ കാരണമാണ്, ഞാൻ വർക്ക് എടുക്കാൻ അയാൾ വന്നിട്ടില്ല, ഈ മറ്റുള്ളവരെ പരാതി പറയാതെ എന്നാണോ നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക, ആ ഒരു ചിന്ത 1 വർഷം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. 1 വർഷം ഞാൻ ഫിജിക്കാർഡ് ചെയ്തു. ഈ കമ്പനിയുടെ ടോപ്പ് 100 റാങ്ക് ലിസ്റ്റിൽ എന്റെ ടീമിൽ നിന്ന് പോലും 67ാമത്തെ റാങ്കിൽ ഓരോ വ്യക്തികൾ എത്തിയ സമയത്തും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ടാർഗറ്റ് ഇട്ടു,
നെക്സ്റ്റ് 3 months ഐ വിൽ ഈ ടോപ്പ് 100 ലിസ്റ്റിൽ ഞാനും അങ്ങനെ ശക്തമായിട്ട് 3 ദിവസം വർക്ക് ചെയ്ത് എവിടെ എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ആ ഒരു വർഷം വർക്ക് ചെയ്തത് എൻ്റെ കാറിന്റെ EMI, എൻ്റെ അടവുകൾ, എൻ്റെ ക്രെഡിറ്റ് കാർഡ് EMI, എൻ്റെ വീടിന്റെ അടവുകൾ, ഇതൊക്കെ എങ്ങനെ തീർക്കാം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ ഫീൽഡിൽ ഓടിക്കൊണ്ടിരുന്നത്. സത്യം പറയട്ടെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പുതിയ സെയിൽസ് എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 350 പുതിയ ലീഡേഴ്സ് കഴിഞ്ഞ 1.5 മാസം കൊണ്ട് എൻ്റെ ഓർഗനൈസേഷനിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് മാത്രം എത്ര വന്നിട്ടുണ്ടാവും, മറ്റുള്ള ടീമുകളിൽ നിന്ന് എത്ര അച്ചീവേഴ്സ് വന്നിട്ടുണ്ടാവും. സോ ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രോഗ്രാം ഹാളിൽ എനിക്കും ഒരു സീറ്റ് കിട്ടണം, ഐ വിൽ ബി എ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫ് Fijica.com എന്ന ഒരു ജനത വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങളെ പോലെ ആളുകൾ ഈ ഫ്രണ്ടിൽ നിൽക്കാനുള്ള ഏക കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ വിശ്വാസമാണ്. സോ അങ്ങനെ എന്റെ തെറ്റുകൾ മനസ്സിലാക്കി എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, കാശിന് പുറകെ പോയാൽ, ഈ ഒരു വാചകം കൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്, കാശിന് പുറകെ പോയാൽ നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീട് വേണ്ടി വരും, കാർ വേണ്ടി വരും, നമുക്ക് പല കാര്യങ്ങൾ വേണ്ടി വരും. പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഫിജിക്കാർഡിനോടൊപ്പം പോയാൽ നമുക്ക് സാധിക്കില്ല. പിന്നെ എന്താ വേണ്ടത്? കാശ് ഉണ്ടാക്കാൻ ഫിജിക്കാർഡിൽ എന്താണോ വേണ്ടത് അതിന് പുറകെ നമ്മൾ പോകണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫിജിക്കാർഡിൽ കാശ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? എന്താ വേണ്ടത്? യെസ്, ടീം. സോ ടീം ഉണ്ടാക്കാൻ നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും. ആ ചിന്തയുമായി ഒരു വർഷത്തിന് ശേഷം ഒരു പടയെ നിർമ്മിക്കാൻ ഞാനും ഇറങ്ങി പുറപ്പെട്ടു. കൂടെയുള്ള ആളുകളുടെ പ്രവർത്തനത്തിൽ വിശ്വസിച്ച് ഇറങ്ങിയ സമയത്ത് ഒരു ശക്തമായ പടയെ നിർമ്മിക്കാൻ എനിക്കും സാധിച്ചു എന്നുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്കും സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവോടുകൂടി ഇന്ന് കുറച്ച് ദിവസം, എനിക്ക് തോന്നുന്നു ഒരു 15-16 ദിവസം കൂടിയൊക്കെ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് നീട്ടി കിട്ടുകയാണെങ്കിൽ ഒരു 6 തവണ ഈ കമ്പനിയുടെ അവസാനത്തെ പട അടിച്ച് കയറുന്ന ഒരു വ്യക്തി ഒരു നിലയിലേക്ക് മാറാൻ സാധിക്കുകയായിരുന്നു. സോ എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രം പറയട്ടെ, ദ പ്ലാനിംഗ് ഓഫ് Fijica.com in 2024 and 2025. ആ പ്ലാനിങ് ഇത്ര മാത്രമാണ്. അപ്പോൾ ഒരു വലിയ ടാർഗറ്റ് നമ്മളെ കമ്പനി ഡിസ്കഷൻ സമയത്ത് മാനേജ്മെന്റ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. അപ്പം ഞാനും പേഴ്സണലി എൻ്റെ മനസ്സിൽ ഒരു ടാർഗറ്റ് മൈൻഡിൽ വെച്ചു. ഈ 2025 2025 1.5 വർഷം മാത്രമേ ഉള്ളൂ. ഫിജിക്കാർഡിലുള്ള ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സെയിൽസ് എക്സിക്യൂട്ടീവിനെയും സാക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ടാർഗറ്റ് ഞാൻ പറയുകയാണ്, വരുന്ന 1.5 വർഷം കൊണ്ട് എൻ്റെ ഓർഗനൈസേഷനിൽ 50 നാഷണൽ സെയിൽസ് ടീം മാനേജറെ നിർമ്മിക്കുമെന്നുള്ള വാശിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. സോ സമുദ്രം നമുക്ക് വളരെ ഇഷ്ടമാണ്, തിരമാലകൾ നമുക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അത് ഉയരുകയും താഴുകയും ചെയ്യുന്നു എന്നതുകൊണ്ടല്ല, ഏത് താഴ്ചയിലും വീണ്ടും ഉയർന്നടിക്കാനുള്ള തിരമാലയുടെ ആ സ്വഭാവം പോലെ നമ്മുടെ മനസ്സും മാറ്റിയെടുക്കുക, നമ്മളെ തോട്ട് ലെവൽ മാറ്റിയെടുക്കുക. വലിയ വിജയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. 2025 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവത്തിന്റെ ശക്തിയായിട്ട് ഫിജിക്കാർഡ് മാറുന്ന സമയത്ത് നമ്മൾ വെറുതെ ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഗ്രോത്ത് ഇൻ ഇന്ത്യ എന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കണം. ചിലപ്പം നെറ്റ്വർക്ക് ഒക്കെ ജാമായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് ചെയ്തു നോക്കേണ്ട ഒരു കാര്യം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഗ്രോത്ത് ഇൻ ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 60,000, 70,000, 80,000 കോടിയുടെ കച്ചവടം ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വരുന്ന നാടുകളിൽ നടക്കും. അതിന്റെ നല്ലൊരു ഭാഗം ഫിജിക്കാർഡ് കൊണ്ടുപോകും. ഫിജിക്കാർഡ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഫിജിക്കാർഡിലെ അച്ചീവേഴ്സ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ആ സാമ്പത്തിക വിപ്ലവത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഉണ്ടോ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ ഈ ഹാളിൽ നിന്ന് എടുത്തിട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എല്ലാ മീറ്റിങ്ങിലും പറയാറുള്ളത് പോലെ ദ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്ഡ്, തീരുമാനമെടുക്കുന്ന സമയമാണ് ജീവിതത്തിലെ വിധി നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ഹാളിൽ വെച്ച് എനിക്ക് സീറ്റ് കിട്ടിയില്ല, അടുത്ത തവണ ഞാൻ വരുമ്പോൾ എൻ്റെ ടീമുമായിട്ട് വരും എന്നുള്ള തരത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും സംസാരിച്ചത്. എല്ലാ ലീഡേഴ്സിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് ഇന്ന് ആ സീറ്റിൽ വെച്ച് മനസ്സിലായവരെ ഇത്രയും ക്വാളിറ്റി ഉള്ള ലീഡേഴ്സ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചരിത്രത്തിൽ ദ വൺ ആൻഡ് ഓൺലി ഫിജിക്കാർഡ് മാത്രം. So once again, plan your dream. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഈ ഹാൾ വിട്ടു പോകുന്നതിന് മുമ്പ് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം അവസാനത്തെ ഒരേ ഒരു വാചകം, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പേ ബോച്ചെട്ടി എന്ന് പറയുന്ന പുതിയൊരു ഒരു വലിയ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ചീഫ് എക്സിക്യൂട്ടീവിനോട് ബോച്ചെ ചോദിച്ചു, ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യം പറയട്ടെ, എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതൊക്കെ നടക്കുമോ, വല്ലതും നടക്കുമോ, ലോട്ടറി ഒക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നടക്കുമെന്ന് ചോദിച്ചു. പക്ഷെ ബോച്ചയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങളെ മനസ്സിൽ പറയണ്ടേ, ഇങ്ങനെയൊക്കെ കുറെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതല്ല അണ്ണന്റെ ചിന്ത എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
ആ ബോച്ചട്ടി നമുക്ക് വന്ന മൈലേജ്, എൻ്റെ അണ്ണ നിങ്ങളെ തോട്ട് വേറെ ലെവലാണ്. സോ നമ്മുടെ ഗ്രേറ്റ് ചെയർമാനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാ ആളുകൾക്കും എല്ലാ വിജയാശംസകളും. ജയ് വിജയ് കടോർപ്പം. Thank you so much, Mr. Richard. Thank you, Richard Bharathan.